2011 തൊഹോക്കു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ച ജപ്പാനീസ് പ്രവാചകം റിയോ തൽസുഗി വീണ്ടും ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. ഈ പ്രവചനം യഥാർത്ഥത്തിൽ ലോകത്തെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. 2025 ജൂലൈയിൽ ജപ്പാനിലും ഏഷ്യയിലും ചില ഭാഗങ്ങളിലും മഹാദുരന്തമായ മെഗാ സുനാമി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പ്രവചനത്തിൽ ഉൾപ്പെടുന്നത്. അവരുടെ മുൻ പ്രവചനങ്ങളുടെ അത്ഭുതകരമായ കൃത്യത നോസ്ട്രാഡമസ്, ബാബ വാംക തുടങ്ങിയ പ്രശസ്ത ദർശകരുടെ പരമ്പരയിൽ അവർക്കൊരു സ്ഥാനം നൽകിയിട്ടുമുണ്ട്. റിയോ തൽസുഗി മുൻ മാംക കലാകാരിയിൽ നിന്ന് പ്രവചന രാജ്ഞിയായി മാറിയ ഒരു വ്യക്തി കൂടിയാണ്. 1980കളിൽ നിന്ന് അവർക്ക് ആഗോള ദുരന്തങ്ങളുടെ ദർശനങ്ങൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. അവർ ഇതെല്ലാം ഒരു ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. 1999 പുറത്തിറങ്ങിയ ദി ഫ്യൂച്ചർ ഐസോ എന്ന മാംഗയിൽ അവർ തന്റെ പ്രവചനങ്ങൾ വെളിപ്പെടുത്തി. അതിനുശേഷം അവയിൽ പലതും യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു ശരിക്കും. 1991 റോക്ക് ലെജൻഡ് ഫ്രെഡി മെർക്കുറിയുടെ മരണം മുൻകൂട്ടി കണ്ടതും 2011 തൊഹോക്കു ദുരന്തം പ്രവചിച്ചതും യഥാർത്ഥത്തിൽ അവരുടെ കഴിവിന് തെളിവായി കണക്കാക്കാം. ഈ വർഷം അവർ നൽകിയ ഏറ്റവും വലിയ മുന്നറിയിപ്പ് വലിയ തോതിൽ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2025 ജൂലൈയിൽ പസഫിക് സമുദ്രത്തിന്റെ തെക്ക് ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുമെന്നും അത് 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലിയ മെഗാ സുനാമിയെ ഫലമായി കൊണ്ടുവരുമെന്നും തൽസുഗി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ദുരന്തം ജപ്പാന്റെ പസഫിക് തീരപ്രദേശം നശിപ്പിക്കും, മാത്രമല്ല ഫിലിപ്പീൻസ്, തായ്വാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് ഇവരുടെ പ്രവചനത്തിൽ പറയുന്നത്. കൂടാതെ അവരുടെ ദർശനത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വജ്രാകൃതിയിലുള്ള ഒരു പ്രദേശത്ത് ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുമെന്നും അത് ഭൂമിശാസ്ത്രത്തെ മാറ്റിമറിക്കുമെന്നും പറയുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ ഹവായിൽ ദ്വീപുകൾ സമീപം വ്യാളി ആകൃതിയിലുള്ള രൂപങ്ങൾ കണ്ടെത്തിയതും അവർക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭ്യമല്ല. എന്നാൽ ജപ്പാൻ പസഫിക് റിംഗ് ഓഫ് ഫയറിനടുത്ത് സ്ഥിതി ചെയ്യുന്നതായി വൻ ഭൂകമ്പങ്ങളും സുനാമികൾക്കും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാങ്കായ് ട്രഫ് എന്ന ഫോൾട്ട് സോണിൽ മെഗാസ്ട്രസ് ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ 30 മീറ്ററിലധികം ഉയരമുള്ള സുനാമിക്ക് സാധ്യതകൾ നിലനിൽക്കുന്നുമുണ്ട്. റിയോ തൽസുഗിയുടെ ഈ പ്രവചനം വിശ്വസിക്കണോ അതോ അത് വെറും നിഗൂഢതയുടെ ഭാഗമാണോ എന്ന ചോദ്യം ഇപ്പോൾ ലോകത്തിന്റെ പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഈ പ്രവചനം യഥാർത്ഥത്തിൽ ലോകത്തെ ആശങ്കയിലാക്കുന്നതുമാണ്. പക്ഷേ ഇവരുടെ ഈ മുന്നറിയിപ്പ് ജപ്പാനിലെ ജനങ്ങളെ തയ്യാറെടുപ്പിനായി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 ജൂലൈയോടടുക്കുമ്പോൾ പ്രകൃതിയുടെ ശക്തിയെയും നിഗൂഢതയെയും കുറിച്ച് നമ്മളെല്ലാവരും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമാണ്. ജപ്പാന്റെയും സമീപ രാജ്യങ്ങളിലെയും കടലിനടിയിൽ നിന്ന് നിഗൂഢമായ പല തെളിവുകളും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.